എനിക്ക് സിനിമയിൽ അഭിനയിക്കാനേ ഇഷ്ടമല്ലായിരുന്നു. പണ്ട് കാരണമൊന്നുമില്ല. നമ്മൾ പോകുന്ന റോഡിലാണെങ്കിൽ റോഡിൽ 5-6 കസേരയായിട്ട് ഇരിക്കും. പിന്നെ അതല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലൊരു മുറിയിലിരിക്കും. 2-3 അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു 1-2 ഗ്രൂപ്പായിട്ടിരിക്കും. പെണ്ണുങ്ങളൊരു ഗ്രൂപ്പ്, ആണുങ്ങളൊരു ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കും. ഷോട്ട് എടുക്കുന്ന സ്ഥലത്തും അവിടെ ഇരിക്കും. ഇപ്പൊ അതല്ല, കുറെ കഴിയുമ്പോൾ എല്ലാവരും കൂടെ കാരവനിൽ അവരവരോരോ കാരവനിൽ കയറണം. അതൊന്നും അന്നില്ല. അപ്പൊ കുറച്ചുകൂടെ ഇന്റിമേറ്റ്. ഈ അലമാര കയറി ഇരിക്കുമല്ലോ ശ്രീനേട്ടൻ. അപ്പൊ ഞങ്ങളെല്ലാരും കള്ളം കയറി ഒട്ടിച്ച് പൊളിക്കുമ്പോഴത്തേക്ക് തുറക്കുമ്പോ ശ്രീനേട്ടൻ, ഞങ്ങൾ നോക്കുമ്പോ ശ്രീനേട്ടൻ അത് ഒരു ചിരിയുണ്ട് ചമ്മിയിട്ട്. അയ്യോ, അത് ഭയങ്കര ഒരു ഷോട്ടാണ് പുള്ളിയുടെ. സുമാരി അമ്മ എന്നൊക്കെ പറഞ്ഞാല് ശരിക്കും നമ്മുടെ ഒരു അമ്മയെ പോലെ, ലളിത ചേച്ചി ആയാലും പിന്നെ പൊന്നമ്മ ചേച്ചി ആയാലും കിരീടത്തിലെ ചെങ്ങോലെ ഡയലോഗുകളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർക്ക് ഇപ്പോഴും ഇത്ര ഇഷ്ടമാണല്ലോ എന്ന്. പൊതുപ്രവർത്തനത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അത്ര വലിയ നടിയൊന്നുമില്ല. ആദ്യത്തെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് കൂടുതലായിട്ട് ഞാൻ അതേക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. എന്നോട് ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പറയാനൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അത് ഒരു വിവാദത്തിലേക്ക് എന്തിനാണ് പോകുന്നത്, വെറുതെ വിട്ടേക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ പറ രാഷ്ട്രീയ ബോധം ഇല്ല എന്ന് പറഞ്ഞു. നമ്മുടെ ലജ്നത്ത് വാർഡിലെ പ്രളയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടായ മഴയിൽ മൊത്തം വെള്ളത്തിലായിരുന്നു. ലജ്നത്ത് വാർഡിലെ ക്യാമ്പാണ്. 2 ദിവസമായിട്ട് ഇവരൊക്കെ ഇവിടെയാണ്. ഈ മോളുടെ പിറന്നാളാണ് സഹലയുടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതാണ് നമ്മൾ പറഞ്ഞ നടി ഉഷ ചേച്ചി. അല്ലെ ഉഷ ചേച്ചി? ഉഷ ചേച്ചിനെ വിളിക്കത്തുള്ളൂ, കാരണം എനിക്ക് ആ വലിയ പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതാ, ഉഷ ഹസീന എന്നാണോ ഹസീന ഹനീഫ്? അതന്നെ, ഹസീന ഹനീഫ്, അതാണ് എന്റെ യഥാർത്ഥ പേര്. പക്ഷെ ഇല്ല, ഞങ്ങള് ഫിലിമിൽ കണ്ടപ്പോ ഞങ്ങൾക്ക് ഉഷ ചേച്ചിയാ. അതിലും കൂടുതൽ എനിക്ക് ലത ചേച്ചിയാണ്. ഉഷ ചേച്ചി ഇവിടെ എത്ര പേരാണ് താമസിക്കുന്നത്? ഈ ക്യാമ്പിൽ എത്ര പേരുണ്ട്? 50 പേരോളം ഉണ്ട് അല്ലെ? 56ഓളം പേരുണ്ട്. ഓ, ഇവിടെ ഈ ക്യാമ്പിൽ. ഇത് ഇപ്പൊ ഇവിടെ എല്ലായിടത്തും, ഇത് നമ്മുടെ ഈ വാർഡിന്റെ മാത്രം ക്യാമ്പാണ്. വലിയകുളം വാർഡിലുള്ളവർക്കൊക്കെ വേറെ, അടുത്ത വാർഡ് ആലിശ്ശേരി വാർഡിന് മുഹമ്മദൻ സ്കൂളാണ്. ഒരു 52 വാർഡിനും ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായതോടുകൂടിയാണ് 2ാമത് രംഗപ്രവേശം ചെയ്തത്. അതുവരെ ഉഷ അല്ലെങ്കിൽ അങ്ങനെ ഒരാള് ഉണ്ട്, നമുക്കറിയാം. കിരീട സിനിമ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് കിരീട സിനിമ മാത്രമേ ഉള്ളൂ എൻ്റെ മൈൻഡിൽ. കാരണം അത് അത്ര ഒരു പെയിൻഫുൾ ആയിട്ടൊരു ഡയലോഗ് ഇന്നും ഓർത്തിരിക്കുന്ന ഒരു ഡയലോഗാണ്. അപ്പൊ ഞാൻ ഉഷ ചേച്ചിന്ന് വിളിക്കുന്നതിന് ആർക്കെങ്കിലും പ്രശ്നമാവോ? അതൊന്നും കുഴപ്പമില്ല. ഉഷ ചേച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്, ഹസീനാത്താന്ന് വിളിക്കുന്നവരുണ്ട്, ഉഷയിത്താന്ന് വിളിക്കുന്നവരുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഏതാണ് കംഫർട്ട് ആയിട്ടുള്ള വിളിച്ചോ. അതെ, അതിനൊന്നും വിളിക്കാൻ തോന്നില്ല. ഉഷ ചേച്ചി നല്ലൊരു, അന്നും ഇതേ ഇങ്ങനെ നല്ലൊരു എന്താ പറയാ ക്യൂട്ട് ആയിട്ടുള്ളൊരു മുഖമായിരുന്നു. എപ്പോഴും ക്യൂട്ട് തന്നെയാ. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണോ മോശമായി? അല്ലല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. ആ വീഡിയോയില് ശരിക്കും ഞാനത് വൈറലായി എന്ന് പറയുന്ന വീഡിയോയില് ഓടി തളർന്ന്, അതായത് തെരഞ്ഞെടുപ്പ് സമയമായിരുന്നേ. അപ്പൊ നമ്മള് ഫൈസലാണ് വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. അപ്പൊ പുള്ളി ബൂത്ത് പ്രസിഡന്റ്, ഞാൻ ബൂത്ത് സെക്രട്ടറിയാ. അപ്പൊ അറിയാമല്ലോ, ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിനൊക്കെ പകലൊക്കെ ഓടിയിട്ട് വൈകുന്നേരം 4 മണിയായപ്പോ, 4 അല്ല, ഒരു 5 മണിയായിട്ടുണ്ട്, LC ഓഫീസിലേക്ക് കമ്മിറ്റിക്ക് പോകുമായിരുന്നു. അവിടെ ചെന്നപ്പോ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. അതിന്റെ ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ്. അതെ അതെ, അതാണ് നമ്മളിപ്പോ കണ്ടില്ല, ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഇങ്ങനെയാണോ ഉഷ? സിനിമയിൽ നമ്മൾ കണ്ട ഉഷയല്ല, ഈ നാട്ടിലെ ഹസീന. അതെ, ഹസീനയാണ്. ഈ നാട്ടുകാർക്ക് ഹസീനയാണ്. അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഭാഗമാകുന്ന ഒരാളാണ്. ഇപ്പൊ ഈ ഒരു വീഡിയോ വന്നപ്പോഴാണല്ലോ ഉഷ ചേച്ചി അല്ലെങ്കിൽ ഹസീന ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനു മുന്നേ പ്രളയം വന്നപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ? ഞാനുണ്ടായിരുന്നു. ഇതിനു മുന്നേയും എനിക്കറിയാം, സിനിമയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തു, പിന്നീട് സീരിയലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോലും അടുത്തിടെയാണ് അറിയുന്നത് ചേച്ചി ആലപ്പുഴ, ഈ വീഡിയോ വന്നതിന് ശേഷമാണ് ആലപ്പുഴക്കാരിയാണെന്ന് അറിയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളെ പോലുള്ള നിങ്ങളുടെ തലമുറയിലുള്ളവർക്ക് അത്രയ്ക്ക് അങ്ങടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോഴല്ലേ സജീവമായത്. നിങ്ങളുടെയൊക്കെ മുമ്പിലുള്ള വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വളരെ നന്നായിട്ട് അറിയാൻ പറ്റും ആലപ്പുഴയിലാണെന്നും എന്റെ യഥാർത്ഥ ഈ നാന പോലുള്ള വീക്കിലികളാണെന്നുള്ളത്. വെള്ളി നക്ഷത്ര നാന പോലുള്ള, അതിലൂടെയാണ് നമ്മുടെ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നിര TV ചാനൽസായി, പിന്നെ സോഷ്യൽ മീഡിയയായി. നമ്മൾ അല്ലെങ്കിൽ
അപ്പൊ അല്ല അതുകൊണ്ടാണല്ലോ വൈറലായത്. അതുകൊണ്ട് പിന്നീട് ചേച്ചിക്ക് ആ ഒരൊറ്റ പക്ഷെ അതുകൊണ്ട് ഞാൻ എനിക്കറിയാം അല്ലെങ്കിൽ വൈറലാവുന്നു. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങി ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഒരാളാണ്. പലരും ഇന്റർവ്യൂ ഒക്കെ ചോദിച്ചിട്ട് ഞാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്കത് ബുദ്ധിമുട്ടാണ്, വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഈ വീഡിയോ വൈറലായതോടുകൂടി പിന്നെ ഒരു രക്ഷയുമില്ല. ജോഗ്രാഫിക്കലി എനിക്ക് ഈ പ്രദേശം അറിയാം, സക്രിയ ബസാർ അറിയാം. സക്രിയ ബസാറിലെ ആളുകളെ എനിക്ക് കുറച്ചുകൂടെ അറിയാം. ലൈക്ക് അവരുടെ ജീവിതമല്ല അറിയാവുന്നത്, അവരെങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ചേച്ചി ഈ പറഞ്ഞ സിനിമയിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ അതെ, അതും കാലഘട്ടം വേറെയാണ്. അതെ, ഇന്നല്ല, കാലഘട്ടം ഭയങ്കര വേറെയാണ്. 35 വർഷത്തിന് മുൻപെയാണ് ശരിക്കും സ്ക്രീനിന്റെ മുമ്പിൽ വന്നിട്ട് 40 വർഷം ആകുന്നു. 84 നോക്കത്താ ദൂരത്തൊക്കെ ഡാൻസ് ചെയ്ത സീനിലാണ് ഞങ്ങൾ വന്നത്. അതിലെന്റെ സഹോദരന്മാരുണ്ട്, പിന്നെ നമ്മുടെ വാപ്പിയുടെ സുഹൃത്തിന്റെ മക്കളൊക്കെ ഉണ്ട്, നവോദയയുടെ മാനേജർ അമാനിക്കയുടെ മോൻ അജീബ് സിറാജ്, അവരൊക്കെ ഉണ്ട്. എന്റെ പിന്നെ ഡാൻസ് ടീച്ചറിന്റെ മകളുണ്ട്. അപ്പൊ ഞങ്ങളതൊരു രസം, ഞങ്ങളുടെ ഒരു പരിപാടിക്ക് പോയ പോലെ ഒരു ഫീല്. അത് തന്നെ, നമ്മുടെ ആലപ്പുഴയിൽ തന്നെയാണ് ഷൂട്ട്. അപ്പൊ ഒരു എക്സ്പീരിയൻസും ആയിട്ട് അഭിനയിക്കാനൊക്കെ വാപ്പി ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. വാപ്പിയുടെ ഒരു ആഗ്രഹമാണ്. അപ്പൊ വാപ്പിക്ക് ഒരു ആഗ്രഹം ഉണ്ടാകുന്ന പറയുന്നത് വലിയ കാര്യമാണ് ചേച്ചി. കാരണം അന്നത്തെ കാലത്ത് ഈ സമുദായം, ഇപ്പൊ ഓരോ സമുദായത്തിന് പെണ്ണുങ്ങളെ പുറത്ത് വിടാൻ പറ്റാത്തൊരു കാലമാണ്, പുറത്ത് വിടില്ല അന്ന്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ, എങ്കിലും മാറ്റമുണ്ട്. അങ്ങനെ ഇപ്പൊ വാപ്പി തന്നെ അതിനൊരു ശ്രമം നടത്തുക എന്ന് പറയുമ്പോഴേ, വാപ്പി കലാകാരനായിരുന്നു, വാപ്പി പോലീസുകാരനാണ്. പക്ഷെ വാപ്പി നല്ലൊരു പാട്ടുകാരനും തബലിസ്റ്റും ഒക്കെയാണ്. അപ്പൊ എന്റെ ഉമ്മച്ചിക്ക് ഡാൻസ് ഒക്കെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ വീട്ടിൽ അതിനൊന്നും പറ്റിയ സാഹചര്യം സമ്മതിക്കുന്നൊന്നുമില്ല. അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും ഡാൻസ് പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് എന്നെ ഡാൻസ് പഠിപ്പിച്ചപ്പോഴൊക്കെ എന്റെ വീട്ടിലും എന്റെ ഉമ്മച്ചിയുടെ വീട്ടുകാരും വാപ്പിയുടെ വീട്ടുകാരും ഒക്കെ പക്ക എതിർപ്പ്, ഭയങ്കര പ്രശ്നമായിരുന്നു. ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ വാപ്പി അതൊന്നും വഹിച്ചില്ല. വാപ്പി കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചുകൂടെ ഫോർവേഡ് അല്ലെങ്കിൽ ഇന്നിങ്ങനെ നിക്കില്ല ചേച്ചി. കാരണം ചേച്ചിക്ക് ഒരു കലാതിലകം കിട്ടി. കലാതിലകം കിട്ടുക എന്നൊക്കെ ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. അതായത് ആ സമയത്തെ ആളുകൾ, ആ വാപ്പിയുടെ ഒറ്റ സപ്പോർട്ടാണ് അത്. വാപ്പി ഉമ്മയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തത്, എന്റെ മക്കളുടെ കാര്യം തീരുമാനിക്കാൻ ഞങ്ങൾ മതി എന്നുള്ളൊരു. അങ്ങനെയാണ് ആലപ്പുഴയിൽ നിന്ന്, ആലപ്പുഴയിൽ എന്നെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു. സ്കൂൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു. നല്ല താരമായിട്ട് ഇവിടുത്തെ ഒരു സ്കൂൾ കലോത്സവത്തിലെ സമ്മാനം ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു ഹസീന തന്നെ ചെയ്യും. ഇത് ഹസീനക്കുള്ള ഹസീന. ഇന്നിപ്പോ അപ്പുറത്തെ ക്യാമ്പിൽ ഞാൻ പഠിച്ച സ്കൂളിലാണ്, ആലിശ്ശേരി വടന. അവിടെ ഞാൻ പോയി, അവിടെ നിന്നാണ് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്നത്. അപ്പൊ ഞാൻ ആദ്യം സ്റ്റേജിൽ കയറി ആ ഹാള്, ഇപ്പൊ ഭയങ്കര സ്കൂളൊക്കെ മാറിപ്പോയി. അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കും, ഞാൻ അവരോടൊക്കെ പറയുന്നത്, ഞാൻ ഇവിടെ ബെഞ്ചിട്ട് ഡാൻസ് കളിച്ച സ്റ്റേജ് ഇട്ട്, ബെഞ്ചുകളൊക്കെ അടുക്കിയിട്ടാ സ്റ്റേജ്. ഇന്നവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്കൂളില്. അപ്പൊ അവിടെയാണ് ഞാൻ, ഇവിടെയൊക്കെയാണ് എന്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞത്. ഇവിടെ നിന്നാണ് ഞാൻ കലാകാരിയായിട്ട് വളർന്നു വന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ സക്രിയ ബസാറിലാണെന്ന് തോന്നുന്നു ഈ ഒരു ആലപ്പുഴയിൽ ഒരു എന്താ പറയാ മുസ്ലിം ആളുകൾ ഏറ്റവും കൂടുതൽ. അത് സിനിമ കാണുന്ന ആ പടത്തിന്റെ പേര് യെസ്, അതാണ് ഞാൻ ഫസ്റ്റ് കേൾക്കുന്നത്. ഇങ്ങനെ സക്രിയ ബസാറിലാണ് ഷൂട്ട്. നമുക്ക് ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര ഫീലാ, ഭയങ്കര നൊസ്റ്റുമാണ്. നിങ്ങൾ പക്ഷെ ഇവിടെ ജീവിക്കുന്നവരാണ്, നിങ്ങൾക്ക് അത് ഭയങ്കര. കാരണം ഞാൻ ഈ അടുത്തിടെ മട്ടാഞ്ചേരിയിൽ ഒരു ഷൂട്ടിന് പോയപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, അവിടെ ഇതുപോലെ ഭയങ്കരമായിട്ട് ആളുകൾ ഭയങ്കര കണക്ഷൻ, അവരുടെ വീടൊക്കെ തമ്മിൽ ഒട്ടും ഗ്യാപ്പില്ല. പക്ഷെ അവർ ഭയങ്കര കണക്ഷൻ. അതായത് അവര് പറയുന്ന അപ്പുറത്തെ വീട്ടിൽ ഭക്ഷണം വെച്ചില്ല ഞങ്ങൾ അറിയും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ കറിയുടെ ചോറിന്റെ സ്മെല്ല് വന്നില്ലേ, അവിടെ ഒന്നും വെച്ചിട്ടില്ല എന്നറിയും. അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ. അകത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതുപോലെ പ്രദേശമാണ്. ഞാൻ എന്റെ ഉമ്മച്ചിയുടെ വീടും വാപ്പിയുടെ വീടും ഒക്കെ ഇവിടെ തന്നെയാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഞാൻ സിനിമയിലൊക്കെ വന്ന സമയത്തെ എല്ലാവരും പറയും എറണാകുളത്തേക്ക് താമസം മാറാം, കുറച്ചുകൂടെ അവസരങ്ങൾ കൂടുതൽ കിട്ടാൻ. തിരുവനന്തപുരത്താണ് അന്ന് സിനിമ കുറെ കൂടെ. തിരുവനന്തപുരത്തേക്ക് പോവാം, അവിടെ പോയി നമുക്ക് സെറ്റിൽ ചെയ്യാൻ കുറെ സിനിമകളിലെ അവസരങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ എനിക്ക് ഈ ആലപ്പുഴ വിട്ട് എന്റെ വീട്ടുവാപ്പിക്കും ഒക്കെ എനിക്ക് ആലപ്പുഴയുടെ ബോർഡർ എത്തി കഴിയുമ്പോഴേ എനിക്കൊരു ആശ്വാസം കിട്ടുന്നത്. എവിടെ ഷൂട്ടിന് പോയാലും ആലപ്പുഴയുടെ ബോർഡർ എത്തിയ ഞാൻ എന്റെ നാട്ടിലെത്തി, ഇനി പ്രശ്നമില്ല. ചേച്ചി ലാസ്റ്റ് അഭിനയം ഒന്ന് ബ്രേക്ക് ചെയ്തെന്നാണ്, ലൈക്ക് ഒരു ബ്രേക്ക് എന്ന് വെച്ചാല് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു എന്റെ സിനിമാ ജീവിതത്തിൽ. അങ്ങനെ ഒരു സമയത്ത് നിറയെ വർഷങ്ങളോളം അഭിനയിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക്. അത് കഥാപാത്രങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു. അപ്പോൾ നമ്മളുടെ പടങ്ങൾ കുറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്റെ ഫാദർ മരിച്ചു. മരിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കല്യാണം, സെക്കൻഡ് മാരേജ്, അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ
ഇടയ്ക്കിടയ്ക്ക് അഭിനയിക്കുന്നുണ്ട്. ഇടയ്ക്ക് അഭിനയിക്കുന്നുണ്ട്, സീരിയൽ ചെയ്യുന്നുണ്ട്, കൈരളിയിലെ റിയാലിറ്റി ഷോ താരോത്സവം ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് പിന്നെ കുറേ ഗ്യാപ്പ്, സിനിമ ഗ്യാപ്പ്. പക്ഷെ ഞാൻ വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ റിയാലിറ്റി ഷോ ആണെങ്കിലും സ്റ്റേജ് പ്രോഗ്രാംസ് ആണെങ്കിലും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമ ഇല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ചെയ്തത് സലീം കുമാറിന്റെ കറുത്ത ജൂതനാണ്. സലീം ഡയറക്ടർ, എന്റെ അടുത്ത സുഹൃത്തുകൂടെ സലീം. സലീമിന്റെ കറുത്ത ജൂതനാണ് പിന്നെ ചെയ്തത്. അത് ചെയ്ത് പിന്നെ അച്ചായൻസ്, അങ്ങനെ 2-3 സിനിമകൾ, ആകാശം മിഠായി, അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്റെ ഉമ്മച്ചിക്ക് സുഖമില്ലാണ്ടായി. അപ്പൊ ഉമ്മച്ചിയെ നോക്കാനായിട്ട് പൂർണ്ണമായിട്ട് ഞാനൊരു 5-6 വർഷത്തോളം മാറി നിന്നു. അപ്പൊ അഭിനയിച്ചിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് ഉമ്മച്ചിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ മാറി നിൽക്കുന്നത്. അഭിനയിക്കണം, നീ അഭിനയിച്ചോ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഷൂട്ടിന് പോയാലും ഉമ്മച്ചിയുടെ നോക്കാൻ ആൾക്കാർ, ഹോം നേഴ്സൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ഒരു പ്രസൻസും നമ്മൾ നോക്കുന്നത് പോലെയൊന്നും അവർ നോക്കാൻ ശരിയാവത്തില്ല. എനിക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ടും സിനിമയിൽ നിന്ന് മാറി നിന്നു. പിന്നെ ഉമ്മച്ചിയുടെ മരിപ്പ് കഴിഞ്ഞു. വീണ്ടും അഭിനയിക്കണമെന്ന് എനിക്ക് വന്നപ്പോൾ ഞാൻ ബാദുഷായോടാണ് പറഞ്ഞത്. എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ്, നമ്മുടെ കുടുംബത്തിലൊരു അംഗം പോലെ ബാദുഷ. അവനോടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അഭിനയിക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ നല്ലൊരു ക്യാരക്ടർ വരട്ടെ. അങ്ങനെ ചീന ട്രോഫി, ധ്യാൻ ശ്രീനിവാസന്റെ ചീന ട്രോഫിയിലാണ് ഞാൻ തിരിച്ചഭിനയിക്കാൻ തുടങ്ങിയത്, പുതിയ സംവിധായകൻ അനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആലപ്പി അഷ്റഫിക്ക സംവിധാനം ചെയ്ത അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം, ആ സിനിമയിൽ നായികയുടെ അമ്മയായിട്ട് അഭിനയിച്ചു. പിന്നീട് ഇപ്പൊ ഞാൻ പെപ്പയുടെ പുതിയ പടം, പേരിട്ടിട്ടില്ല പടത്തിന്, വരുന്നുണ്ട്. അജിത് മാമ്പള്ളി ഡയറക്ട് ചെയ്ത് സോഫിയ പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞു. അല്ല, ഞാൻ ഇതെന്തിനാന്നറിയോ ബ്രേക്ക് എടുത്തതെന്ന് ഞാൻ ചോദിക്കാൻ കാരണം, ബാപ്പി അത്രയും ഇമ്പോർട്ടന്റോട് കൂടി മകളെ സിനിമയിലേക്ക് വിട്ടേക്കുക. അപ്പൊ ഗ്യാപ്പ് എടുത്ത് നിൽക്കുന്നത് ചേച്ചിയുടെ സ്വന്തം ഇഷ്ടം കൊണ്ടായിരുന്നോ? ലൈക്ക് നമ്മളുടെ ഒരു, ഇപ്പൊ ചേച്ചി പറഞ്ഞു, ഇപ്പൊ ഓൾറെഡി ചേച്ചി അവസ്ഥ പറഞ്ഞു, അത് ചോദിക്കാനായിരുന്നു ഞാൻ ചോദിച്ചത്. അപ്പൊ ചേച്ചി കഥയായിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ചോദിക്കേണ്ടി വന്നില്ല, കഥയായിട്ടേക്ക് പറഞ്ഞത്. കാരണം ആ കാലഘട്ടത്തിൽ നമ്മുടെ സിനിമകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലത എന്നുള്ളൊരു ക്യാരക്ടർ അത്രത്തോളം ഇൻവോൾവ് ആകാൻ കാരണം 89-ലാണ്. ഞാൻ 89-ലാണ് ഉണ്ടാവണം. ഞാൻ ഉണ്ടാവണ വർഷത്തെ സിനിമയാണ്, മനസ്സിലായി. അത് നമ്മൾ പിന്നീട് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഇവരെയൊന്നും അറിയില്ല. നമുക്ക് കുറെ നമ്മുടെ ചെറുതിലെയൊക്കെ എങ്ങനെയാണ് ആളുകൾ, മമ്മൂട്ടി പേര് വെച്ചിട്ടാണല്ലോ പറയുന്നത്, മോഹൻലാല്, നായ, മമ്മൂട്ടിയുടെ പെങ്ങള്, പിന്നീട് നമ്മൾ പേരറിയുന്നു, മനസ്സിലായോ? അങ്ങനെ നമ്മളെല്ലാവരും നമുക്ക് അല്ലെങ്കിൽ നമ്മളൊരു ക്യാരക്ടർ ഉറച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്കറിയില്ല. ചെറുതിൽ ഇവര് കരയുമ്പോ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാന്ന് അറിയില്ല, ശരിക്കും കരയാണ്. നമ്മള് കരയും, നമ്മള് ചെറുതല്ലേ, നമുക്കതല്ലേ അറിയത്തുള്ളൂ. അപ്പൊ അതുപോലെ നമ്മൾ ചെയ്ത ഒരു കഥാപാത്രം, അപ്പൊ പെങ്ങളായിട്ടും എന്താ പറയാ, കുശുമ്പി റോളായിട്ടും ഭാര്യയായിട്ടും ഒക്കെ ചെയ്തിട്ട് പെട്ടെന്നൊരു ബ്രേക്ക് വന്നോണ്ടാണ് ഞാൻ ഇത്രയും ചോദിച്ചത്. പിന്നീട് ഇനി ചേച്ചിക്ക് ആ സമയത്ത് എന്തെങ്കിലും ഒരു ഫിലിം, അയ്യോ ഇതാ എനിക്ക് ആ ക്യാരക്ടർ ചെയ്താൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ലല്ലോ, ലൈക്ക് ഫിലോമിന ചേച്ചി, KP ലളിത ചേച്ചി, അവരുടെയൊക്കെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, വേറൊരു മോഡുലേഷനുള്ള. ഇപ്പൊ ലൈക്ക് ബിന്ദു പണിക്കർ വരെ സ്റ്റിൽ നിൽക്കുന്നത്. ഇപ്പം ബിന്ദു പണിക്കർ ആദ്യകാലങ്ങളിൽ നമ്മൾ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ അതിൽ നിന്ന് മാറി ഇപ്പൊ ഇറങ്ങിയ ടർബോയിലൊരു ചേഞ്ച് ഉണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ മിസ് ചെയ്തു എന്നൊക്കെ തോന്നുന്നുണ്ടോ? മിസ് ചെയ്തെന്ന് വെച്ചാല് പിന്നെ ഡാൻസിന്, ഞാൻ ഡാൻസറായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ എനിക്ക് പക്ഷെ ഡാൻസിന് പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇതുവരെ ചെയ്യാൻ പറ്റില്ല. അതിലെനിക്കൊരു അത് പറ്റിയില്ലല്ലോ. എന്റെ ഉമ്മച്ചിക്കായിരുന്നു കേട്ടോ എന്നെക്കാളും വിഷമം, എന്റെ ഉമ്മച്ചിക്കായിരുന്നു. ഇത്രയും ഡാൻസ് ഒക്കെ പഠിപ്പിച്ചിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു സിനിമ, അതിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രം നീ അഭിനയിച്ചില്ലല്ലോ എന്നൊരു വിഷമം ഉമ്മച്ചി. അത് അന്നേരം ഉണ്ടായിരുന്നു, അതായത് ആ ഒരു നമ്മുടെ ഒരു സിനിമയിൽ കത്തി നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? എനിക്ക് സിനിമയിൽ അഭിനയിക്കാനേ ഇഷ്ടമല്ലായിരുന്നു. ഞാനിത് ആരോടാ സംസാരിക്കുന്നത്, ഞാൻ പൊക്കോട്ടെ. ഞാനിത് ആരോടെ, നമ്മള് ഭയങ്കര നടിയെന്നും ബിൽഡപ്പ് ഒക്കെ കൊടുത്തത് ലാസ്റ്റ് വരെ. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആദ്യം ഒന്നും താല്പര്യമില്ല. പിന്നെ അത് ഞാൻ അതിൽ നിന്നും കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതാണ് എന്റെ പ്രൊഫഷൻ, ഇത് കുറച്ച് സീരിയസ് ആയിട്ട്. അന്നൊക്കെ സംവിധാനം നമ്മൾ അഭിനയിക്കുന്നു, വാപ്പിയുടെ ഉമ്മച്ചിയുടെ ഒക്കെ അവർ തീരുമാനിക്കുന്നു ഏത് സിനിമ ചെയ്യണം, എങ്ങനെ ചെയ്യണം, വാപ്പി തീരുമാനിക്കുന്നു, ഞാൻ വാപ്പിയുടെ കൂടെ പോകുന്നു, അഭിനയിക്കുന്നു, തിരിച്ചു വരുന്നു. അതിനാലോ പേടിയൊന്നുമില്ല, അഭിനയിക്കാൻ പേടിയോ അങ്ങനെയൊന്നുമില്ല. ഏത് ഡയലോഗ് എങ്ങനെ അഭിനയിക്കണമെന്ന് പറഞ്ഞാലും നമ്മൾ അഭിനയിക്കും. ഇവരൊക്കെ എങ്ങനെ പറയുമ്പോണ്ടല്ലോ എനിക്ക് എന്നെ പിടിച്ച് ഇടിക്കാൻ തോന്നുന്നത് എന്നാന്നറിയോ, ഇവരുടെ സിനിമ കണ്ടിട്ടാ നമ്മള് കരയുന്നത്. ഞങ്ങളോട് അല്ല, അത് വേറെ കാര്യമുണ്ട്, ഞാൻ ഗ്ലിസറിനില്ലാതെ കരയും.
അതൊക്കെ പ്രത്യേകിച്ച് അങ്ങനെയല്ല, ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കറിയാം നാടക നടിയാണെന്ന് നാടകത്തിൽ അഭിനയിച്ചത് കൊണ്ട് ഒരു നാടകത്തിൽ അഭിനയിച്ചുള്ളൂ. അത് തോപ്പിൽ ബാസി സാറാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ പിന്നെ MS തൃപ്പൂണിത്തുറ, MS വാര്യർ അതുപോലുള്ള നടന്മാരുടെ കൂടെയാണ് ഞാൻ നായികയായിട്ട് ആ നാടകത്തിൽ ഒരു 10-20 സ്റ്റേജ് 15 സ്റ്റേജ് ചെയ്തത് നായികയായിട്ട്. അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട്, അത് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അത് കുറച്ചിട്ടൊന്നുമില്ല, എന്റെ ഗ്രേഡ് അങ്ങനെയൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ എന്റെ ജോലി വൃത്തിയായിട്ട് ചെയ്തു. അത് തന്നെ ഞാൻ പറഞ്ഞു വന്നത്. അഭിനയിക്കാൻ ഇഷ്ടമില്ലാതിട്ട് കൂടിയും അത് നല്ല വൃത്തിക്ക് ചെയ്തു എന്നുള്ളതാണ്. ആ സമയത്ത് സിനിമയിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇഷ്ടപ്പെട്ട സമയത്ത് ആരോടെങ്കിലും ചോദിച്ചിരുന്നോ ഈ ഡാൻസിന് പ്രാധാന്യമുള്ള ഒരു സിനിമ? ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. അറിയാവുന്നവരുണ്ടല്ലോ, അവരാരും പിന്നെ വിളിച്ചില്ല. പിന്നെ ഞാൻ അങ്ങനെ ചാൻസ് അങ്ങനെ ചോദിച്ചിട്ടില്ല. അങ്ങനെ അത് പറഞ്ഞിട്ടുള്ളത് ബാദുഷായോട്, പിന്നെ സലീം കുമാർ എന്റെ അടുത്ത സുഹൃത്താണ്. ചേച്ചിക്ക് അറിയോ മൻസിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, മുസ്ലിം സമുദായത്തിലുള്ള ഒരു പെൺകുട്ടി നൃത്തം പഠിച്ചതിന് വീട്ടിൽ നിന്ന്? എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ചേച്ചി ഇത് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയത്. കാലഘട്ടമൊക്കെ നമ്മൾ അല്ല, എന്നെ ഡാൻസ് പഠിപ്പിച്ചതിനൊക്കെ ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം പിന്നീട് എന്റെ ഫസ്റ്റ് മാരേജ് ഒക്കെ കഴിഞ്ഞപ്പോൾ ബന്ധുക്കളൊക്കെ പാപ്പിയും ഉമ്മച്ചിയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ട് അനുസരിച്ചില്ല, ഡാൻസ് പഠിപ്പിച്ചു, പാട്ട് പഠിപ്പിച്ചു, പിന്നെ ആടാനും പാടാനും കൊണ്ടുപോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ അവർ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്, ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. അതൊക്കെ പക്ഷെ അതെ, എന്റെ തെറ്റാണ്, എന്റെ തെറ്റ്. അതിന് ഞാൻ എപ്പോഴും ദുആ ചെയ്യുന്നു, പടച്ചവനോട് ദുആ ചെയ്യുന്നു, അവരോട് ചെയ്ത് തെറ്റിന് എനിക്ക് പുറത്തു തരണം. അല്ല ചേച്ചി, നമുക്ക് ചേച്ചി ഇപ്പം ചേച്ചി അതിലുണ്ടല്ലോ നമ്മൾ പറയും പശ്ചാത്താപം ഒരു വലിയ മരുന്നാണ്. പശ്ചാത്താപത്തിനപ്പുറം ചേച്ചി ഇപ്പൊ ആളുകളുടെ ഇടയിൽ ഇപ്പം ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്ത് നിൽപ്പുണ്ട്. നമ്മളൊരു വിളിപ്പുറത്ത് ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ ആരെങ്കിലും വന്നിട്ട് ഒരു കാര്യം അന്വേഷിക്കുമ്പോ ഹസീനത്തോട് ചോദിക്കാം. അതെ, ഹസീനത്ത എന്നൊരു പേര് സജസ്റ്റ് ചെയ്യുന്നത് തന്നെ എന്താണ് നമ്മുടെ ഒരു ഭയങ്കര ലൈഫ്. അതെന്താന്ന് വെച്ചാല്, ഞാൻ ചെറുപ്പം മുതൽ എന്റെ വാപ്പി പോലീസിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ വാപ്പി ചെയ്യുന്ന ജോലി ബന്ധപ്പെടുത്തി അല്ലാതെയും വാപ്പിയെ ഒരുപാട് പേർക്ക് ഇതുപോലുള്ള ഉപകാരങ്ങൾ ചെയ്തു. വാപ്പി തിരക്കാ വരുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അനീഫിക്ക അടുത്ത് പോയി സംസാരിക്കാം, അനീഫിക്ക് ശരിയാക്കി തരുവത്, അനീഫിക്കയുടെ അഭിപ്രായം ചോദിക്കാം. ബന്ധുക്കളായാലും പുറത്തുള്ളവരായാലും എല്ലാവരും വാപ്പിയെ വന്ന് കണ്ട്, വാപ്പി അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ കേസ് അന്വേഷിക്കാൻ പോയാൽ തന്നെ ആ വീട്ടിൽ പട്ടിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വാപ്പി പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കും. പിന്നെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൊടുത്തതിന്റെ ബാക്കി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ വീട്ടില് എന്നാണ് ഉമ്മച്ചി പറഞ്ഞത്. നമുക്കറിയാം അതൊക്കെ. അപ്പൊ അത് കണ്ട് വളർന്ന ആളാണ് ഞാൻ. അപ്പോൾ വാപ്പി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുടുംബത്തില് മറ്റുള്ളവർ എന്നെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും നമ്മുടെ തലമുറയിൽ ഞാനാണ് മൂത്ത ആള് കുടുംബത്തില്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാവരുമായിട്ടും കണക്ഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരും പോലീസ് കേസായാലും എന്ത് കാര്യമാണെങ്കിലും ആശുപത്രി കേസാണെങ്കിലും എല്ലാ ബന്ധുക്കളും അടുത്തറിയുന്ന ആൾക്കാരും എന്നെ വിളിക്കും. വീട്ടിൽ തന്നെയാണ്, വീട്ടിലെ ബന്ധുക്കൾക്കും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ നടത്തി തരും എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അപ്പൊ എന്നെ കാണാൻ വരും, ഞാൻ അവരുടെ കൂടെ പോയി എല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രവർത്തനവുമായിട്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ചെറുതായി പാർട്ടി പ്രവർത്തനത്തിലേക്ക് വന്നത്. അത് കഴിഞ്ഞപ്പോ പിന്നെ ബാലസംഘത്തിന്റെ ഉത്തരവാദിത്വം വന്നു. പിന്നെ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തനമുണ്ട്. അപ്പൊ എന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ഞാനത് വൃത്തിയായിട്ട് ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ നമ്മുടെ ക്യാമറമാൻ ചേട്ടൻ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഗുരുശിഷ്യ എന്ന് പറഞ്ഞ സിനിമയിലെ മണിയായിട്ടുള്ള കോമ്പിനേഷൻ. അങ്ങനെ ചേച്ചിക്ക് മറക്കാൻ പറ്റാത്ത കോമ്പിനേഷൻ ചെയ്ത ടീംസ് ആരൊക്കെയുള്ള, ലൈക്ക് ഏതൊക്കെ കോമ്പിനേഷൻ? ഇപ്പൊ ചേച്ചിനെ സംസാരിച്ചപ്പം ഔട്ട് ഓഫ് ക്യാമറ പറഞ്ഞു ആ പഴം വെച്ചതല്ലേ, എനിക്ക് തോന്നുന്നു അത്ര ആസ്വദിച്ച് ചെയ്തതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഏതൊക്കെയുള്ള? അത് നല്ലൊരു മണിയുമായിട്ട് 2-3 സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ രാജസേന സാറിന്റെ ഒരു പടം ചെയ്തിട്ടുണ്ട്. രാജസേന സാറിന്റെ പിന്നെ പൃഥ്വിരാജിന്റെ 2ാമത്തെ സിനിമ നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അതില് ഉള്ളാടത്തിയായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. മണിയുടെ കൂടെ അഭിനയിച്ചതാണ് ആ പടം. പിന്നെ അതുപോലെ തന്നെ പിന്നെ KK ഹരിദാസിന്റെ ഒരു സിനിമ, പിന്നെ ആ പടത്തിന്റെ പേര് ഞാൻ മറന്നുപോയി.
ആ സിനിമയിൽ മന്ദബുദ്ധിയായിട്ടാണ്. സിനിമയിൽ വലുതായിട്ട് അഭിനയിക്കേണ്ടി വന്നില്ല എന്നാണ് കൂട്ടുകാരൊക്കെ പറയുന്നത്. നിനക്കൊക്കെ പറ്റിയ റോളായിരുന്നു, കൂടുതലായിട്ടൊന്നും അഭിനയിച്ചില്ല, നീ ജീവിക്കായിരുന്നു ആ കഥാപാത്രമായിട്ട്. ഒരു 6-7 വയസ്സുള്ള ബുദ്ധിയേ ഉള്ളൂ. മണി നല്ല പടം, നല്ല രസം ആ സീൻസ് ഒക്കെ, മണിയുമായിട്ടുള്ള സീൻസ് ഒക്കെ. പിന്നെ ആരൊക്കെയായിരുന്നു അതിന് ഏറ്റവും ഉർവശിയുമായിട്ട് അഭിനയിച്ച മറക്കാൻ പറ്റാത്ത സിനിമ സ്ത്രീധനം, വില്ലത്തിയായിട്ട് വില്ലത്തിയായിട്ട്. പിന്നെ അതുപോലെ അനിൽ ബാബുവിന്റെ കുടുംബ വിശേഷം, അതില് ചെറുതായിട്ട് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ പൊന്നമ്മ ചേച്ചിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനിൽ നല്ലൊരു സീനാണ്. പിന്നെ അത് ചെയ്ത് അത് ഭയങ്കര ഇഷ്ടമുള്ള. പിന്നെ അച്ഛനുറങ്ങാത്ത വീട്, കോട്ടയം കുഞ്ഞച്ചൻ. കോട്ടയം കുഞ്ഞച്ചനൊക്കെ എന്ത് രസമാ. ചെങ്കോല കിരീടം അതൊക്കെ വേറൊരു മാറ്റി അതങ്ങനെ തന്നെ വെച്ചു, അതിനെ പൊളിക്കരുത്, അത് അവളെ തന്നെ ഇരിക്കണം, അതിന്റെ തട്ട് മറ്റേന്ന് പറയുന്നല്ലേ, അങ്ങനെ പൊങ്ങി തന്നെ ഇരിക്കണം. അല്ലാതെയുള്ള ഇഷ്ടപ്പെട്ട സിനിമയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നേ പഴയ സിനിമകളിലൊക്കെ ഭയങ്കര അഭിനയിക്കുന്നവർ തമ്മിലൊരു ഭയങ്കര കണക്ഷൻസ് ഉണ്ട്. അതെ, നിങ്ങൾ എങ്ങനെയായിരുന്നു അന്നേരം? ഇപ്പം ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് മൊബൈലിൽ വായിക്കാൻ കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇതിന് മുന്നേ ഒരു എന്താ പറയാ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാ. അവരുടെ എതിര്, അവർ പറയുന്നതിന്റെ എതിര് നമ്മൾ പറയുക, അത് പഠിച്ച് നിൽക്കുക, ഇടിച്ച് ആ ഒരു ബൗണ്ട് ഇതെങ്ങനെ ഇതിങ്ങനെ ഒരു ഗം ഉണ്ടാക്കിയത് എങ്ങനെ? ഇപ്പൊ നമുക്ക് തലേ ദിവസം തന്നെ നമ്മുടെ സീൻസ് ഒക്കെ നമ്മുടെ പണ്ടത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ലൊക്കേഷനിൽ ചെന്ന് എല്ലാവരും കൂടി ഒന്ന് സീൻ വായിച്ച് അസോസിയേറ്റ് ഡയറക്ടർ തരുമ്പോഴാണ് നമ്മള് സീൻ കേൾക്കുന്നത്. ഒരു നമ്മുടെ കഥാപാത്രം എന്താണ്, മൊത്തത്തിലൊരു കഥ എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സീൻ വായിക്കുന്നത് നമ്മൾ ലൊക്കേഷനിൽ. ഇനിയിപ്പോൾ മമ്മൂക്കയെ ലാലേട്ടനെ പോലുള്ളവർക്കൊക്കെ നേരത്തെ വായിക്കാൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അവിടെ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴാണ് വായിച്ച്, പിന്നെ നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കും. നമ്മുടെ ഡയലോഗുകൾ നമ്മൾ നോക്കും, ആര് പറഞ്ഞു കഴിയുമ്പോഴാണ് എന്നുള്ളത്. പിന്നെ അങ്ങനെ നമ്മൾ പഠിക്കും. പിന്നെ പ്രോംപ്റ്റ് ചെയ്യും. ലാലേട്ടനൊന്നും പ്രോംപ്റ്റ് ചെയ്യാറില്ല, മമ്മൂക്കയ്ക്ക് അല്ലെങ്കിൽ പിന്നെ പൃഥ്വിരാജ് കാണാതെ പഠിച്ചു പറയും. അവരൊക്കെ വലിയ ഡയലോഗ് വരെ കാണാതെ പഠിച്ചു പറയും. അത്യാവശ്യം ഞാൻ കാണാതെയൊക്കെ പഠിച്ചു തന്നെ പറയും. ചേച്ചി അതൊക്കെ പറഞ്ഞപ്പോഴും ഞാനിപ്പോഴും കിരീടത്തിൽ തന്നെ കെട്ടിത്തൂങ്ങി നിൽക്കുക. ഇടാറായില്ല. ചേച്ചി അത്രയും വലിയ തിലകൻ മാഷ്, അദ്ദേഹത്തിന്റെ കൂടെ ഒരു എക്സ്പീരിയൻസ് അല്ല ശരിക്കും ഞാൻ ചോദിക്കുന്നത്. ചേച്ചി നാടകത്തിൽ അഭിനയിച്ചാന്നറിയാം, അദ്ദേഹം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ KP ലളിത ചേച്ചി തിലകൻ? നമുക്കതൊരു ലെജൻഡറിയാണ്, നമുക്ക് കിട്ടിയ ഒരു വലിയ അനുഭവ ആളുകളാണ്. എങ്ങനെയുണ്ടായിരുന്നു? കാരണം നിങ്ങളോടല്ലേ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഒരു ഭയമൊന്നും ഇല്ലായിരുന്നു ഇവരുടെ കൂടെ ഒന്ന് അഭിനയിക്കുന്നതിൽ. ഒരു അറപ്പോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ആരുടെ കൂടെ ആണെങ്കിലും എൻ്റെ കഥാപാത്രം ഭംഗിയായിട്ട് അഭിനയിക്കുക. അവർ ഭയങ്കരമായിട്ട് എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം കൂടുതൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ കൂടെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പൊ തിലകൻ ചേട്ടൻ ഭയങ്കര എല്ലാവരും നമുക്കൂടെ ആരാധനയുള്ള നടനാണ്. മമ്മൂക്കയായാലും ലാലേട്ടനായാലും തിലകൻ ചേട്ടനായാലും പൊന്നമ്മ ചേച്ചി, ലളിത ചേച്ചി, എല്ലാവരും. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരങ്ങനെ ഒരു ജാട കാണിക്കുകയോ നമ്മളെ പിന്നെ നമ്മൾ ജൂനിയറാണ് അങ്ങനെയല്ല, അവർ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു നമ്മളെ. പണ്ട് കാരണമൊന്നും ഇല്ലല്ലോ മോളെ, പണ്ട് കാരണമൊന്നുമില്ല. നമ്മൾ പോകുന്ന റോഡിലാണെങ്കിൽ റോഡിൽ 5-6 കസേരയായിട്ട് ഇരിക്കും. പിന്നെ അതല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലൊരു മുറിയിലിരിക്കും. 2-3 അങ്ങോട്ടോ ഇങ്ങോട്ടോ 1-2 ഗ്രൂപ്പായിട്ടിരിക്കും. പെണ്ണുങ്ങളൊരു ഗ്രൂപ്പ്, ആണുങ്ങളൊരു ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കും. ഷോട്ട് എടുക്കുന്ന സ്ഥലത്തും അവിടെ ഇരിക്കും. ഇപ്പൊ അതല്ല, കുറെ കഴിയുമ്പോൾ എല്ലാവരും കൂടെ കാരവനിൽ അവരവരോരോ കാരവനിൽ കയറണം. അതൊന്നും അന്നില്ല. അപ്പൊ കുറച്ചുകൂടെ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ ക്യാരക്ടേഴ്സ് ആയിട്ട് നിങ്ങൾ രൂപാന്തരപ്പെട്ട് ഭയങ്കര ഒരു ഇതുണ്ട്. അതന്ന് അതൊരു ഇത് കാണാനും ഉണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പൊ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചേച്ചിയുടെ കൂടെ തന്നെ ചെയ്ത പെയർ ഞാൻ കുറച്ചു മുമ്പ് ചോദിച്ചായിരുന്നു, പെയർ. അതുപോലെ തന്നെ ഈ പടങ്ങളിലെ ചേച്ചിക്ക് അനുഭവം ഏറ്റവും ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ച സീന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ലൈക്ക് ചേച്ചി അഭിനയിച്ചതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും? ഇപ്പൊ ഞാൻ എപ്പോഴും കണ്ടുവച്ചിരിക്കുന്ന ഇന്നസെന്റ് ചേട്ടന്റെ അഴകിയ രാവണനിൽ മറ്റേ അഭിനയിക്കുന്ന സീൻ, അത് കണ്ടു ചിരിച്ചിരിച്ച് എപ്പോഴും കാണുമ്പോൾ ഞാൻ എത്ര പ്രാവശ്യം കണ്ടോന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. ഈ തോന്നക്കൽ പഞ്ചായത്ത് ഒന്നും മിണ്ടായിരിക്കാൻ പറയുന്നുണ്ടോ? ഇന്നസെന്റ് മോളായിട്ട് ഞാൻ കുറെ പടത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വടക്ക് നോക്കിയ സിനിമ, എന്റെ 2ാമത്തെ സിനിമ. എനിക്ക് അതിനു മുമ്പ് ശ്രീനേട്ടന്റെ കോമഡിയൊക്കെ കണ്ട്, ഈ മമ്മൂക്ക് പിന്നെ ലാലേട്ടനായിട്ടുള്ള കോമ്പിനേഷനൊക്കെ കണ്ട്, ഓടരുതമ്മ, വളരെ ഇതൊക്കെ കണ്ടിട്ടുണ്ടേ. എന്നിട്ട് പിന്നെ ഈ പടത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോ എനിക്ക് സജഷൻ ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്രീനേട്ടൻ പറയുമ്പോ എനിക്ക് ചിരി വരും.
എനിക്ക് ഭയങ്കര ചിരിയാ. എന്ത് കൺട്രോൾ ചെയ്തെന്നാ ഞാൻ ഓരോ ഷോട്ടും അഭിനയിച്ചിട്ടുള്ളതെന്നറിയോ? ഭയങ്കര രസമല്ലേ നമുക്ക് അതൊക്കെ? അവരപ്പത്തേക്കും ശ്രീനിയേട്ടല്ല ക്യാരക്ടർ ആവുക സിനിമയിലെ അതെ, അതെ. ക്യാരക്ടർ പെട്ടെന്ന് തളത്തിൽ ദിനേശൻ തങ്കമണി. അതെ, തളത്തിൽ ദിനേശനാവുകയാണ് അതെ. ചേച്ചി. പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ അതിനകത്തൊരു വലിയ സീനുണ്ട് എനിക്ക്. എന്നും ഞാൻ ഓർത്ത് അത് കണ്ടു കഴിഞ്ഞാൽ ചിരി വരും. ഈ അലമാര കയറി ഇരിക്കുമല്ലോ ശ്രീനിയേട്ടൻ. അതിപ്പോ ഞങ്ങളെല്ലാരും കള്ളം കയറി കള്ളങ്ങരനൊക്കെ ഒട്ടിച്ച് പൊളിക്കുമ്പോഴത്തേക്ക് തുറക്കുമ്പോ ശ്രീനിയേട്ടൻ, ഞങ്ങൾ നോക്കുമ്പോ ശ്രീനിയേട്ടൻ അത് ഒരു ചിരിയുണ്ട്. ചമ്മിയിട്ട് അയ്യോ അത് ഭയങ്കര ഒരു ഷോട്ടാണ് പുള്ളിയുടെ. ഒരു ലെജൻഡറി ഷോട്ടാണ്. അയ്യോ അയ്യോ. അല്ല ചേച്ചിക്ക് നിങ്ങളുടെയൊക്കെ ഇപ്പൊ ചേച്ചി ഞാൻ ഇത്രയൊക്കെ ചോദിച്ചപ്പോ ചേച്ചി ആ സീനിലേക്കും ഷോട്ടിലേക്കൊക്കെ പോയില്ലേ, പിന്നെ ആ മൊമെന്റിലേക്ക് പോയില്ല. അത്രേ ഉള്ളൂ. നമുക്കും അതിങ്ങനെ ആ സെറ്റിലാണെങ്കിൽ പാലക്കാടായിരുന്നു ഷൂട്ട്. അപ്പൊ സുകുമാരി അമ്മയുണ്ട് അതിനകത്ത്, പാർവതിയുടെ അമ്മ. അപ്പൊ സുകുമാരി അമ്മ എന്നൊക്കെ പറഞ്ഞാല് ശരിക്കും നമ്മുടെ ഒരു അമ്മയെ പോലെ, ലളിത ചേച്ചി ആയാലും പിന്നെ പൊന്നമ്മ ചേച്ചി ആയാലും നമ്മുടെ അമ്മയാണ് അവര്. അപ്പൊ ചേച്ചിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ എവിടുന്നോ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാ. ആ ലൊക്കേഷനിലാണെങ്കിലും ഏതെങ്കിലും വീട്ടിൽ കയറി പുള്ളിക്കാരി ഞങ്ങൾ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവന്ന് കുഴച്ച് ഓരോ പിടിയായിട്ട് ഞങ്ങൾക്കൊക്കെ തരും. പിന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലാണെങ്കിലും ചേച്ചി സുകുമാരി അമ്മ എപ്പോഴും രാവിലെ എല്ലാവർക്കും വന്നിട്ട് അമ്മ ചായ കുടിച്ചോ, ചോറ് കഴിച്ചോ കൃത്യമായിട്ട് ചോദിച്ചു. ഇല്ലെങ്കിൽ ബാത്റൂമിൽ ഉണ്ട് അല്ലെങ്കിൽ കൊണ്ടുതരിക. ഭയങ്കര കെയറിങ് ആണ്. ഭയങ്കര രസം കേട്ടോ പറയുമ്പോ. ഭയങ്കര പിന്നെ പൊന്നമ്മ ചേച്ചി അതുപോലെ തന്നെ. ഞങ്ങൾ ഭയങ്കര അടുപ്പായിരുന്നു ഞാനും പൊന്നമ്മ ചേച്ചി. ഇപ്പൊ കുറച്ച് നാളായിട്ടാണ് ഒരു ഗ്യാപ്പൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോ പിന്നെ മറ്റേത് എല്ലാ ദിവസവും ഫോൺ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും. പിന്നെ ഇതിലേ പോകുമ്പോ വീട്ടിൽ വരും. ഞാൻ ചേച്ചിയെ കാണാൻ പോകും. വേറെ ഏതെങ്കിലും പടത്തിന്റെ ലൊക്കേഷൻ ആണെങ്കിലും ഹോട്ടലിൽ പോയി ഞാൻ 1-2 ദിവസമൊക്കെ ചേച്ചിയുടെ കൂടെ താമസിക്കും. ഭയങ്കര അടുപ്പമുണ്ട് ചേച്ചിയായിട്ട്. ഭയങ്കര ഫീൽ ചെയ്യുന്നു പറയുമ്പോ. കാരണം നമ്മളെ ഇതിപ്പോ ക്യാമറയുണ്ട്, നമ്മളൊരു ഇന്റർവ്യൂ ആണ്, നമുക്ക് ടൈമില്ല. പക്ഷെ ഇതൊക്കെ കേൾക്കാൻ ഒരു ദിവസം പോകില്ല. കാരണം ഒരാളുടെ അനുഭവം ജീവിതത്തിൽ ഒരുപാടുണ്ട്. ചേച്ചിയൊക്കെ കുറേ അധികം സിനിമകളിൽ അഭിനയിച്ച് അത്രയും എക്സ്പീരിയൻസ് ആയ അത്രയും അനുഭവങ്ങളുള്ള ആളുകളാണ്. അപ്പൊ ഭയങ്കര രസമാണ്. കാരണം നിങ്ങളെയൊക്കെ പറയുന്നത് കേട്ടിരിക്കാനേ. ഞങ്ങൾ ആ ഒരു കാലഘട്ടത്തിലുള്ള ഹീറോയിൻസ് എല്ലാം പിന്നെ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഇപ്പോഴും നല്ല, ഇപ്പൊ ദിവസവും കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലും കാണുമ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര ജീവന. ഉർവശി, വാണി വിശ്വനാഥ്, പിന്നെ ഗീതാ വിജയൻ, പിന്നെ അതുപോലെ അങ്ങനെ ഞങ്ങൾ കുറെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇപ്പോഴും ഭയങ്കര അടുപ്പമാണ് ഞങ്ങൾ. അതായത് നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞു നിർത്തിയെന്നല്ല, ഇപ്പൊ കാണുമ്പോ ഇന്നലെ കണ്ട പോലെ. അതെ, വാട്സപ്പിലൊക്കെ എപ്പോഴും മെസ്സേജ് അയക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഗീതാ വിജയനൊക്കെ ഞാൻ ദിവസവും ഇന്നും രാവിലെ 2 മെസ്സേജ് ഉണ്ടായിരുന്നു. നമ്മളും അങ്ങോട്ട് അങ്ങനെയാണ്. അതൊരു നല്ല രസമാണ്. പിന്നെ ഇപ്പൊ ചേച്ചിക്ക് ഈ ഇതിനിടയ്ക്ക് ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല, പൊതുപ്രവർത്തനം ഉണ്ട്. അതെ അല്ലെ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇനി നാളെ ചേച്ചിക്ക് വരെ ചെയ്തു വരും. അതൊക്കെ വന്നു തുടങ്ങിയല്ലോ. എന്നെ വൈറൽ വീഡിയോയുടെ താഴെ എന്റെ സിനിമയുടെ പിന്നെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇത്രയും നന്നായി അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾക്ക് കിരീടത്തിലെ ചെങ്ങോലെ ഡയലോഗുകളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർക്ക് ഇപ്പോഴും ഇത്ര ഇഷ്ടമാണല്ലോ എന്ന്. പൊതുപ്രവർത്തനത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അത്ര വലിയ നടിയൊന്നുമില്ല. പ്ലേറ്റ് നേരെ നിലപാട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും. അതെ അതെ അതെ, നിലപാടിലും അല്ലെ, അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ അല്ലെ? തീർച്ചയായും. ഇപ്പൊ ശരണ്യക്ക് ശരണ്യയുടെ രാഷ്ട്രീയം, എനിക്ക് എന്റെ രാഷ്ട്രീയം. നമ്മൾ അത് തീർച്ചയായും ചേച്ചി ചേച്ചി ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അല്ലെ? വീണ്ടും ഏത് ഇപ്പൊ ഈ ട്രോളുകളെല്ലാം വന്നു. അതെ അതെ, അത് തുറന്നു പറഞ്ഞത് കൊണ്ടാണ്. തുറന്നു പറയാതിരിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അല്ല, ഞാൻ പൊതുപ്രവർത്തനം ചെയ്യുന്നു. ഞാൻ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോ അത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളല്ലേ, ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളല്ലേ, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും ചെയ്ത് അതൊക്കെ പറയുമ്പോ എനിക്ക് പറയാൻ പറ്റും ഞാൻ ആ പാർട്ടിയിലല്ല എന്ന് പറയാൻ പറ്റും. അതല്ല, ഞാൻ സ്വന്തമായിട്ട് ചെയ്യേണ്ടത് എനിക്കെങ്ങനെ പറയാൻ പറ്റും? അത് നുണയല്ലേ? തീർച്ചയായും ചേച്ചിക്ക് ഏതിലും ഇഷ്ടപ്പെടും. ചേച്ചിക്ക് എന്താണോ ചേച്ചിയുടെ എന്താ പറയാ മൈൻഡിന് ശരിയെന്ന് തോന്നുന്ന കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. എനിക്ക് വലിയ പിന്നെ കുറെ ആദ്യത്തെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് കൂടുതലായിട്ട് ഞാൻ അതേക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. എന്നോട് ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പറയാനൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അത് ഒരു വിവാദത്തിലേക്ക് എന്തിനാണ് പോകുന്നത്, വെറുതെ വിട്ടേക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ പറ രാഷ്ട്രീയ ബോധം ഇല്ലാന്ന് പറഞ്ഞു. രാഷ്ട്രീയ ബോധം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? നന്നായിട്ട് രാഷ്ട്രീയ ബോധം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇടതുപക്ഷത്ത്
പ്രവർത്തിക്കുന്നത്. അതെ, നമ്മളുടെ ഞാൻ പറഞ്ഞില്ല, നമ്മളെപ്പോഴും പറയും തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ പെയിൻ എനിക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ അങ്ങപ്പുറത്ത് നിൽക്കുന്നവന്റെ പെയിൻ അറിഞ്ഞിട്ട് കാര്യമില്ല. അതെ. അതിപ്പോ ഞാൻ പറഞ്ഞില്ല, നമ്മളിവിടെ വന്നപ്പോ ചേച്ചി ഇതിപ്പോ ഇവിടെ 50ഓളം പേരാണ് ഇവിടെ താമസിക്കുന്നത് അല്ലേ? അവിടെയൊക്കെ വീട്ടില് വെള്ളം കയറി, എങ്ങനെയാണ് അവസ്ഥ? അവരുടെയൊക്കെ ഇത് ഇത്രയും വെള്ളമായിരുന്നു നമ്മുടെ ഇതിന്റെ പുറകിലോട്ട്. ആ. കാരണം ലജനത്ത് വാർഡ് എന്ന് പറയുന്നത് ആ വാർഡും ഫുള്ള് പ്രളയം ഉണ്ടായപ്പോൾ പോലും ഇവിടെ ഒന്നും ആലപ്പുഴ ടൗണൊന്നും വെള്ളത്തിലല്ലായിരുന്നു. ഇവിടെ വന്നല്ലേ എല്ലാവരും താമസിച്ചത്. ആ. പക്ഷെ ഈ പ്രാവശ്യം ഭയങ്കര വെള്ളമായിരുന്നു. എല്ലാ വാർഡുകളിലും വെള്ളമായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഭയങ്കര വെള്ളം കൂടുതലായിരുന്നു. വെള്ളം കൂടുതൽ ഇത്രയും പല സുഖമില്ലാതെ കിടക്കുന്ന വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി അവരെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവർക്ക് ചില ആൾക്കാരൊന്നും വന്നില്ല, വീട്ടിലെ തന്നെ അവരുടെ ഒരുപാട് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എല്ലാവരും. കാരണം വീടുകളിലൊക്കെ ഇത്രയും വെള്ളമായിരുന്നു അകത്ത്. പിന്നെ റോഡ് താഴ്ന്ന സ്ഥലത്തൊക്കെ ഞാൻ ഇത്രയും വെള്ളം വരെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് അഴുക്ക് വെള്ളമാണ്. ഈ വേസ്റ്റ് വെള്ളവും ഡ്രെയിനേജ് എല്ലാം കൂടെ കയറിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി നമ്മൾ ഭക്ഷണം കൊടുക്കണം ഉച്ചക്കുള്ള. എൻ്റെ കൂടെ നമ്മുടെ കാരുണ്യ പാലിയേറ്റീവിലെ നജീബ്, സുകേഷ്, ബ്രാഞ്ച് സെക്രട്ടറി സുകേഷ്, നവാസ്, കുറെ പേരുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഉണ്ടായിരുന്നു അവിടെ, എല്ലാവരും ഉണ്ടായിരുന്നു. അല്ല, ചേച്ചിയുടെ ഒരു ആഗ്രഹം പറഞ്ഞാൽ സിനിമയിൽ മുഴുനീള ഡാൻസ് ഇനിയും ആകാം. പിന്നെ ചേച്ചിക്ക് സ്കൂൾ പിന്നെ ഇനി ആരാവാനുള്ളത്? ഒന്നും ഇല്ലെങ്കിൽ ചേച്ചി ഒരു ഡാൻസ് കളിച്ചിട്ട് വീഡിയോ അങ്ങോട്ട് ഇടുക, ചേച്ചി വൈറലാവട്ടെ. അതൊക്കെ ഇടുന്നുണ്ടല്ലോ, ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട്, അതെന്താണെങ്കിലും നടക്കും ചേച്ചി. നമ്മള് ചിലത് പറയില്ലേ, അത് ടൈം ആകുമ്പോഴത്തേക്കും നടക്കും. എന്റെ ആഗ്രഹമല്ല, എന്റെ ഉമ്മച്ചിയുടെ ആഗ്രഹം കൂടുതലും. അപ്പൊ ഇനി അവര് കാണാനില്ലെങ്കിലും ഒരു സന്തോഷല്ലേ. ചേച്ചിക്ക് ഇപ്പം നൃത്തം പഠിപ്പിക്കുന്ന സ്കൂളുണ്ട്, അതിനിടയ്ക്ക് പൊതുപ്രവർത്തനം ഉണ്ട്. അത് പൊതുപ്രവർത്തനം അല്ല, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. ആ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നതിന് പൊതുപ്രവർത്തനം എന്ന് വിളിക്കുന്നു. അതെ. ഞാൻ അബദ്ധങ്ങളൊന്നും പറഞ്ഞേക്കില്ല, ട്രോള് വരും. ഞാൻ ബാലസംഘത്തിലാണെങ്കിലും അവിടെ കുട്ടികളാണ്, ഡാൻസ് സ്കൂളിലും കുട്ടികളാണ്. അപ്പൊ കുട്ടികളുമായിട്ട് ഇടപഴകുന്ന സമയം തന്നെ നമുക്ക് എന്ത് രസമാണ് അല്ലേ. ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ചേച്ചി ഭയങ്കര സന്തോഷം. എന്താ പറയാ, ആഗ്രഹങ്ങൾ സാധിക്കും. താങ്ക് യു മോളെ, താങ്ക് യു ശരണ്യ.